Hello everyone, I'm KD. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തെങ്കിലും നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ എൻ്റെ ലൈഫ് എന്ത് ഇവിടെ നിൽക്കുന്നു, വേറെ ലെവലിലോട്ട് പോകത്തില്ലേ, അടുത്ത നെക്സ്റ്റ് ലെവലിലോട്ട് പോകുമോ ഇല്ലയോ, അതെന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഈ വർഷമെങ്കിലും എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും ന്യൂ ആയിട്ട് എന്തെങ്കിലും ചെയ്യണം, അങ്ങനെ എല്ലാവരും ഞാനും വിചാരിക്കും, പക്ഷെ നടക്കത്തില്ല. അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയോ? അങ്ങനെ നെക്സ്റ്റ് ലെവലിൽ പോകാൻ പറ്റാത്ത ആൾക്കാരാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അങ്ങനെയുള്ള 20 ടിപ്സ് കൊണ്ടാണ് ഈ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. ആ 20 ട്രൂത്ത് എന്തെന്ന് ഇപ്പോൾ നമുക്ക് നോക്കാം. ഇത് ഉറപ്പായിട്ട് നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യും. ഒരു സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ഉറപ്പായും കിട്ടിയതിൽ ആ 20 പോയിൻറ്റ്സ് എന്തെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. വരും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ട്രൂത്ത് നമ്പർ 1, ഇൻസ്റ്റാഗ്രാം റീൽസ് ആർ നോട്ട് റിയൽ. അത് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ആ സംഭവം എന്തെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഉറപ്പായിട്ടും ഏതെങ്കിലും റീൽസ് കണ്ട് നമ്മൾ ഹാപ്പി ആകുമ്പോൾ ഇല്ല, ഉറപ്പായിട്ട് നമ്മൾ ഡിപ്രഷൻ അടിക്കും. ഇവരെ ലൈഫ് എന്താണ് ഇങ്ങനെ ആയത്, അടിപൊളിയായിട്ടിരിക്കുന്നത്, നല്ല ലൈഫ് സ്റ്റൈൽ അവർക്കുണ്ട്, നല്ല റിച്ച് ടീംസായിട്ട് കാണിക്കുന്നു. എന്താടാ ഇവരുടെ ലൈഫ് ഇങ്ങനെ ഇരിക്കും, നമ്മുടെ ലൈഫിന് ഒരു മാറ്റമില്ലല്ലോ, നമ്മളിങ്ങനെ തന്നെ ഇങ്ങനെ കിടക്കും. അങ്ങനെ നമ്മൾ ഉറപ്പായിട്ട് ഡിപ്രഷൻ അടിക്കും. പക്ഷെ അതൊന്നും റിയൽ അല്ല. ഈ റീൽസിലെല്ലാം അവർ നമ്മുടെ മൂവിയിൽ എടുക്കുന്ന പോലെ തന്നെ അവർ ഓരോ ഡ്രസ്സും ഒരു എഡിറ്റിങ്ങും ഒരു ഫിൽറ്ററും ഇട്ട് അവർ ആ ഒരു കവറിങ് ചെയ്യുകയാണ്. അടുത്ത സെക്കൻഡ് പോയിന്റ് എന്തെന്ന് വെച്ചാൽ, ടോക്കിംഗ് ഈസ് ബെറ്റർ ദാൻ ടെക്സ്റ്റിംഗ്. അതെന്തെന്ന് വെച്ചാൽ, നിങ്ങളെ കൊണ്ട് ആരുടെടുത്തെങ്കിലും സംസാരിക്കാൻ പറ്റുമെങ്കിൽ ഡയറക്റ്റായിട്ട് പോയി സംസാരിക്കും, ടെക്സ്റ്റ് ഒഴിവാക്കുക. അത് ഫുള്ള് വേണ്ടെന്നല്ല പറയണം, നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ ഈ ടെക്സ്റ്റിനേക്കാളും ഇപ്പോൾ നേരിട്ട് പോയി സംസാരിക്കുന്നതാണ് നമുക്ക് നല്ലത്. നമ്മളിപ്പോൾ ഒരാൾക്ക് ടെക്സ്റ്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്, നമ്മൾ ഏത് ഇമോഷനിലാണ് പറയുന്നത്, അവർക്ക് മനസ്സിലാവാൻ ചിലപ്പോൾ പറ്റില്ലായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് സംസാരിക്കാം, പറ്റുമെങ്കിൽ സംസാരിക്കാം. ഈ ടെക്സ്റ്റിനേക്കാളും സംസാരിക്കുന്നതാണ് നല്ലത്. തേർഡ് പോയിന്റ് എന്ന് വെച്ചാൽ, ടോക്സിക് പീപ്പിൾസ് ആൻഡ് പേജസ്. ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മളിപ്പോൾ ടോക്സിക് ആയിട്ട് ആരെങ്കിലും എപ്പോഴെങ്കിലും ഫോളോ ചെയ്തിരിക്കും, നമുക്കറിഞ്ഞൂടാ. പക്ഷേ ഒരു ടോക്സിക് ഒരു മെൻറ്റാലിറ്റി നമുക്ക് അത് അഫക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതെന്തിനും നമ്മൾ വെറുതെ വെച്ചിരിക്കുന്നു, അതപ്പോൾ തന്നെ അൺഫോളോ ചെയ്ത് കളയുക, അല്ലെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കുക. നെക്സ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ, ടോക്ക് ടു യുവർ പാരൻസ്. അതെന്ത് അങ്ങനെ ചോദിച്ചാൽ ഞാൻ എപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. അതല്ല, പോകുമ്പോൾ ബായ്, വരുമ്പോൾ ഹായ്, അങ്ങനെ പറയുന്നതല്ല. ഒരു ക്വാളിറ്റി, ഒരു ടൈം, ഒരു വീക്കിലി 1 ഡേയോ 2 ഡേയോ ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ടൈമിൽ അവരുമായിട്ട് സ്പെൻഡ് ചെയ്യുക, സംസാരിക്കുക, അവർ പറയുന്നത് കേൾക്കുക, നമുക്ക് പറയാനുള്ള അവരുടെ അടുത്ത് പറയുക. നെക്സ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇൻ്റർനെറ്റിൽ ചെയ്യാനുള്ള എല്ലാ കാര്യവും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു കമൻറ്റ് ഇടണമായി, നമ്മളിപ്പോൾ ഒരു കമൻറ്റ് ഇട്ടാൽ അതവിടെ റെക്കോർഡായിട്ടാണ് അവിടെ കിടക്കുന്നത്. അത് പോകത്തില്ല. ഇപ്പോൾ ഒരു 4 വർഷം 5 വർഷം 20 വർഷം കഴിഞ്ഞാലും അത് അവിടെ തന്നെ കിടക്കും. അതാരെ കൊണ്ട് മാറ്റാനും പറ്റത്തില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ ആയാലും എവിടെ എന്ത് ചെയ്യണമെന്ന് കുറച്ച് ചിന്തിച്ച് ചെയ്യുക. ഇപ്പോൾ കമൻ്റ് ആയാലും ബാഡ് കമൻ്റ് ആയാലും അത് കുറച്ചുകൂടെ ചിന്തിച്ച് നമുക്ക്. അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ, റീഡ് ബുക്സ്. ഈ 2025 ആരാണ് ബുക്കൊക്കെ വായിക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കാം. പലരും ഇപ്പം ബുക്കൊന്നും വായിക്കുന്നു. ഇപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയ ആയാലും ഇൻസ്റ്റാഗ്രാം അതിൽ തന്നെ ഫുള്ളായിട്ടിരിക്കും. ഇപ്പോൾ ആരും ബുക്ക് പോലും വായിക്കുന്നില്ല. പക്ഷെ റീഡ് ബുക്സ് അത് നല്ലതാണ്, നമ്മുടെ ലൈഫ് ഒരു ചേഞ്ച് ചെയ്യും. ഈ ബുക്സ് എന്ന് പറയുന്നത് നമുക്ക് ഉള്ള നോളജ് എല്ലാം അതുമാണ് കിട്ടുന്നത്. ആ ഒരു ബുക്കിൽ തന്നെ എത്ര നോളജ് നമുക്ക് കിട്ടും. അത് വെച്ച് നമ്മുടെ ലൈഫ് കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ആയാലും, ഇപ്പോൾ എന്തെങ്കിലും സ്കിൽ ഡെവലപ്മെൻ്റ് ആയാലും എല്ലാം ബുക്കിൽ തന്നെ ഉണ്ട്. അതിപ്പോൾ 1 ഡേ 1 അവർ വെച്ച് വായിച്ചാലും ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ദയവ് ചെയ്ത് പറയുന്ന റീഡ് ബുക്സ്. നെക്സ്റ്റ് പോയിന്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. എവരി വൺ ഫെയിൽസ്. അതായത് നമ്മളെല്ലാം എപ്പോഴും തോക്കും. അതല്ല അവസാനം, അതല്ല എൻ്റെ എന്ന് വിചാരിച്ച് നമ്മൾ അടുത്ത കാര്യത്തിൽ പോകാതിരിക്കില്ല. എവരി വൺ, ഇപ്പം ഒരു കൊച്ചു കുട്ടിയായാലും താഴെ വീണിട്ടല്ലേ എണീക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ മഹേന്ദ്ര സിംഗ് ധോണി ആയാലും എത്ര ഫെയിൽ, അങ്ങനെ കുറേ ആൾക്കാർ അങ്ങനെ ഉണ്ട്. എവരി വൺ ഫെയിൽസ്. അത് നമ്മൾ ലാസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനി എന്ന് വിചാരിച്ച് പോയില്ല, അത് കഴിഞ്ഞ് ലൈഫ് ഈസ് ബിഗ്. അപ്പോൾ ഫെയിലിനെ കുറിച്ച് നിങ്ങൾ വറി ചെയ്യേണ്ട. ഇറ്റ്സ് ഓക്കെ, എവരി വൺ ഫെയിൽസ്. ഗോ ടു നെക്സ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റിൽ നോക്കുന്ന എല്ലാം സത്യമല്ല, അതെല്ലാം പെയ്ഡാണ്. ഇപ്പോൾ ഒരു കോണ്ടൻ്റ് ആയാലും അത് പെയ്ഡാണ്. ഇപ്പോൾ ഒരു ന്യൂസ് ആർട്ടിക്കിൾ ആയാലും അത് പെയ്ഡാണ്.
എല്ലാം പെയ്ഡായിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഇൻ്റർനെറ്റിൽ പറഞ്ഞ ഒരു സംഭവം തന്നെ വിശ്വസിച്ചിരിക്കാതെ അത് ക്രോസ് ചെക്ക് ചെയ്യണം. ഇപ്പോൾ മൾട്ടിപ്പിൾ സോഴ്സ് വഴി നമ്മൾ അത് എന്താണെന്ന് കുറച്ചുകൂടെ അറിയണം. എന്നിട്ട് നമ്മൾ ഒരു ഡിസിഷൻ എടുക്കാം. ഓൾവേസ് ടു മൾട്ടിപ്പിൾ ചെക്ക്. R&D ചെയ്യണത് നിങ്ങൾക്ക് നല്ലത്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ഒരു പോയിൻ്റാണിത്, സറൗണ്ടഡ് വിത്ത് പോസിറ്റീവ് പീപ്പിൾസ്. അത് എന്താണെന്ന് ഞാൻ പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ നെഗറ്റീവ് ആളുടെ അടുത്ത് പോയാലും ഇപ്പോൾ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ ഒരാൾക്ക് അതെന്തിങ്ങനെ. ഇപ്പോൾ നെഗറ്റീവ് ആളുടെ അടുത്ത് എന്നെ കൊണ്ട് ഇത് പറ്റൂല, ഇത് ചെയ്യണ്ട, ഇന്ന് ചെയ്യണ്ട, അങ്ങനെ പലരും പറയുമായിരിക്കും. അവരെന്തിന്? അവർ വെച്ചിട്ട് ലൈഫിലൊന്നും ഒരു പ്രൊഡക്റ്റീവായിട്ട് ഒന്നും നടക്കത്തില്ല. ഇപ്പോൾ ഒരു പോസിറ്റീവായിരുന്ന ഇത് ചെയ്യാം, നമുക്ക് അത് ചെയ്യാം, അങ്ങനെ ഒരു ഉറപ്പായിട്ടും ഒരു സപ്പോർട്ട് കിട്ടും നമുക്ക്. അതുകൊണ്ട് സറൗണ്ടഡ് വിത്ത് പോസിറ്റീവ് പീപ്പിൾസ് അവരെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ഒരു ഇന്നർ സർക്കിളിൽ ഗുഡ് പീപ്പിൾസ്, അങ്ങനെയുള്ള ആൾക്കാരെ നോക്കുക, അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക. 12th പോയിന്റ് എന്ന് വെച്ചാൽ, ഇറ്റ്സ് ഓക്കെ ടു ഹാവ് ഡിഫറെൻ്റ് ഒപ്പീനിയൻ. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇപ്പം എല്ലാവരും ചെയ്യണം, നോർമലായിട്ട് എല്ലാവരും എന്ത് ചെയ്യും? ഇപ്പോൾ ഈ സിനിമ കണ്ടാൽ നമ്മൾ ആ സിനിമ കാണാൻ പോകണം, ഇപ്പോൾ ഈ സ്റ്റോറി ഇട്ടാൽ നമ്മൾ ആ സ്റ്റോറി ഇടണം. അവർ ചെയ്യുന്നത് പോലെ നമുക്കായിട്ട് ഒരു ഡിഫറെൻ്റ് ഒപ്പീനിയൻ ഇല്ല, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കൾച്ചർ ഇല്ല. അത് അവരെന്ത് ചെയ്യണം? ഇപ്പോൾ ഒരു ഫ്ലേവർ ഫേമസ് ആയിരുന്ന അതിലോട്ട് നമ്മൾ പോകുന്നു, അല്ല നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഇറ്റ്സ് ഓക്കെ, നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ഒപ്പീനിയൻ, അങ്ങനെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിലും അത് ഓക്കെയാണ്, റെസ്പെക്റ്റ് ചെയ്യൂ. പിന്നെ ഡിഫറെൻ്റ് ആയിട്ട് ക്വാളിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഗുഡ്. അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ, ലാഫ് അറ്റ് യുവർ സെൽഫ്. കുഴപ്പമില്ല, നിങ്ങളെ കണ്ട് നിങ്ങൾ ചിരിച്ചോ. എപ്പോഴും നമുക്കറിയാലോ, നമ്മുടെ ലൈഫല്ലേ ഫുൾ സാഡായിരിക്കും, പല പ്രോബ്ലംസ് കാണും, എല്ലാം ട്രിഗർ ചെയ്തിട്ട് നമ്മളെ മൈൻഡ് തന്നെ ചിരിച്ചോ, കുഴപ്പമില്ല. നിങ്ങളെ കണ്ട് നിങ്ങൾ ചിരിക്കാതെ വേറെ ആര് ചിരിക്കും? ഇറ്റ്സ് ഓക്കെ ടു ലാഫ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ, കൈൻഡ്നസ് ഈസ് കൂൾ. സത്യമാണ്, ഈ കാലഘട്ടത്തിൽ കൈൻഡ്നസ് എല്ലാവരും മറന്നു. ഇപ്പോൾ ഓരോരുത്തർക്ക് വെച്ചിട്ട് ഓരോ മൂവി ആയാലും എന്തൊക്കെ ചിന്തിക്കണവർ, ഇപ്പം ഞാൻ ആൽഫ ഗായാണ്, ഞാൻ ഇപ്പോൾ ഇതിനെ എടുത്തിട്ട് ഇടിക്കാൻ പോകുന്നു, ഞാൻ ഇത് ചെയ്യാൻ പോകണം, അത് ചെയ്യാൻ പോകണം. ബട്ട് കൈൻഡ്നസ് അത് വേണം, അത് ലൈഫിലൊരു ഇമ്പോർട്ടൻ്റ് റോളാണ്. അതുണ്ടെങ്കിൽ ലൈഫിൽ പലതും സക്സസ്ഫുള്ളായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പോയിന്റ്, ഈ ലൈക്കും കമൻറ്റും നിങ്ങളുടെ വർത്തിനെ ഡിസൈഡ് ചെയ്യില്ല. നമ്മളിപ്പോൾ ഒരു വലുതായിട്ട് എന്തെങ്കിലും ചെയ്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും ഇട്ടാലും, ഇപ്പോൾ കുറച്ച് ലൈക്കോ കുറച്ച് കമൻസോ കൂടെ കിട്ടിയാലും അത് നമുക്ക്, നിങ്ങളുടെ വർത്ത് നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പോൾ എന്ത് ചെയ്തെന്ന്. അതുമാത്രം മതി. ചുമ്മാ നമ്മളെ ഈ ലൈക്ക് കമൻറ്റ്സ് വെച്ചിട്ട് എന്ത് ചെയ്യാണ്ട്. നെക്സ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ, സെലിബ്രേറ്റ് യുവർ വിൻസ്. ഇപ്പോൾ നമ്മൾ വലിയ ഗോൾസ്, വലിയ സക്സസ്ഫുൾ ആവണം, അങ്ങനെ നമ്മൾ വിചാരിച്ച് വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ ചെറിയ കാര്യങ്ങൾ നമ്മളത് വിട്ടുപോകും. നമുക്ക് ചെറിയ വിൻസ് കിട്ടും, അത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറില്ല. ഈ കാലഘട്ടത്തിൽ അങ്ങനെയാണ്. അപ്പോൾ നമ്മളൊരു ചെറിയ കാര്യം പോലും മൈൻഡ് ചെയ്യാതെ നമുക്ക് ആ വലിയ കാര്യത്തിലേക്ക്, ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ നമ്മൾ മൈൻഡ് ചെയ്താൽ, അതൊക്കെ സെലിബ്രേറ്റ് ചെയ്താൽ വലിയ കാര്യം കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും. ഈ ചെറിയ കാര്യം ചെയ്യുമ്പോഴേ അതിലോട്ട് പോകാനുള്ള വഴിയും നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് സെലിബ്രേറ്റ് യുവർ വിൻസ്. നെക്സ്റ്റ് പോയിന്റ്, ബിൽഡ് എ ക്രേസി നെറ്റ്വർക്ക്. ഇപ്പോൾ ഒരു ഇൻ്റർനെറ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടി ഭയങ്കര സംഭവമാണ്. അത് വെച്ച് ഇപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് വേറെ ഇപ്പോൾ അമേരിക്കയോ ഓസ്ട്രേലിയയോ എവിടെ ഇരിക്കുന്ന ആളുടെ അടുത്ത് നമുക്കൊരു സംസാരിക്കാം, നമുക്കൊരു നെറ്റ്വർക്ക് ബിൽഡപ്പ് ചെയ്യാം. ഇപ്പോൾ ഒരു ബിസിനസ്മാൻ ആയാലും ഒരു എൻ്റർപ്രണർ ആയാലും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതുകൊണ്ട് ഇൻ്റർനെറ്റ് ഭയങ്കര സംഭവമാണ്, അത് നമുക്ക് യൂസ് ചെയ്യണം. പക്ഷെ അതിന് ശരിയൊന്നും വേണ്ട, ഫുൾ നമുക്ക് യൂസ് ചെയ്യാനല്ലേ ഇൻ്റർനെറ്റ് ഇരിക്കുന്നത്. അത് വെച്ച് നമുക്ക് ഒരു വലിയൊരു നെറ്റ്വർക്ക് തന്നെ ബിൽഡ് ചെയ്യാൻ പറ്റും. അത് ഈ ഇപ്പോൾ 25 ആയപ്പോൾ വേണം, അത് അത്യാവശ്യമാണ്. നെക്സ്റ്റ് പോയിന്റ് ഈസ് ഹരി ആൻഡ് ഹസിൽ. ഇപ്പോൾ ഹസിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് പ്ലാനിങ് ചെയ്ത് ഓരോ കാര്യം ചെയ്യണത്. പക്ഷെ ഹരി എന്ന് പറയുന്നത് അങ്ങനെയില്ല, അതിന് രണ്ട് ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ഹരി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഇഷ്ടമുള്ള പോലെ, മനസ്സിലായല്ലോ, കടപട എന്ന് ചെയ്യണം, അതാണ് ഹരി. അങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യമില്ല, അത് നിങ്ങൾക്ക് തന്നെ ദോഷമാണ്, ലൈഫിൽ സക്സസ് ആവില്ല അങ്ങനെ ചെയ്ത്. നെക്സ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ, അൺഇൻസ്റ്റാൾ ദ അൺവാണ്ടഡ് ആപ്സ്. ഇതെന്താണ് പറയുന്നത് വെച്ചാൽ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ടോക്സിക് ആൾക്കാരെ അൺഫോളോ ചെയ്ത് കളയുന്ന പോലെ തന്നെ നമ്മൾ ഇതിന് ആപ്സ് ഒക്കെ ഉണ്ടല്ലോ, അതിനെ ഫുള്ളും കളയുക. ഇത് നമുക്ക് തിരിച്ച് ഇനി ഇൻസ്റ്റാൾ ചെയ്യും, അത് 2-3 പ്രാവശ്യം അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ അത് എടുക്കത്തില്ല. നെക്സ്റ്റ് പോയിന്റ്, ഡോണ്ട് ലെറ്റ് യുവർ ഈഗോ വിൻസ്.
ഇതെന്താണ് പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഇഷ്ടപ്പെട്ടാലോ, ഇപ്പോൾ ഫ്രണ്ട്സ് ആയാലും റിലേഷൻഷിപ്പ് ആയാലും, ഈഗോ കളഞ്ഞിട്ട് പോയി സംസാരിക്കുക. അവർ നിങ്ങളോട് സംസാരിച്ചില്ലെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് പോയി സംസാരിക്കുക. അത് നിങ്ങളുടെ ലൈഫിൽ കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് ചിന്തിക്കാനും സംസാരിക്കാനും. ഈഗോ വെച്ചിട്ട് ഒരു കാര്യവും നടക്കില്ല. പോയി സംസാരിക്കുക. ഇതാണ് മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. സ്റ്റോപ്പ് കമ്പയറിങ് ടു യുവർ സെൽഫ് ടു അതേഴ്സ്. പ്ലീസ് അത് ദയവ് ചെയ്ത് ചെയ്യല്ലേ. നിങ്ങളിപ്പോൾ ഈ ഇൻ്റർനെറ്റ് വേൾഡിൽ തന്നെ നമ്മൾ അവരെ പോലെ ആവണം, ഇവരെ പോലെ ആവണം എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെ ഒന്നുണ്ട്. അവരെ പോലെ അവരുണ്ടല്ലോ, പിന്നെന്തിനാണ് നമ്മളെ പോലെ നമ്മളാവണം. നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കപ്പാസിറ്റിയും എബിലിറ്റിയും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ കമ്പയർ ചെയ്യുന്നത് നിർത്തുക. അത് മാത്രം ചെയ്താൽ മതി, ലൈഫിൽ നീ സക്സസ് ആയി. ലാസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒബ്സർവ് എവരിത്തിങ്. ചെറിയ ചെറിയ കാര്യം പോലും നമ്മൾ ഒബ്സർവ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ എത്ര മരം ഉണ്ടെന്ന് ആർക്കെങ്കിലും അറിയോ? അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഗേറ്റിൻ്റെ കളർ എന്തെന്ന് നിങ്ങൾ എന്തെങ്കിലും കളറോ ഡിസൈനോ എന്തെങ്കിലും ഏതാണെന്ന് നിങ്ങൾക്ക് അറിയൂ? അപ്പോൾ എല്ലാം ഒബ്സർവ് ചെയ്ത് വയ്ക്കുക. വലിയ കാര്യമല്ല, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മളെ പറ്റുമെങ്കിൽ ഒബ്സർവ് ചെയ്ത് പോവുക. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങളുടെ ലൈഫിൽ സക്സസ് ആവുമെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ നിങ്ങളുടെ ലൈഫ് ഉറപ്പായിട്ടും ചേഞ്ച് ആവും. ഇപ്പോൾ തന്നെ എല്ലാവരെയും പറന്ന് ഓടിക്കൊണ്ടിരിക്കും. ജോലിയായാലും എന്തെങ്കിലും പ്രോബ്ലംസ് ആയാലും ഹെവി ആയിട്ട് ലൈറ്റായിട്ട് എടുക്കുക. എല്ലാം ഓക്കെ ആവും. ഇറ്റ്സ് ഓക്കെ. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾ ഓൾറെഡി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് കമൻറ്റ് ചെയ്യുക, നോക്കാം. താങ്ക് യു. ഇനി ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഏതെങ്കിലും വീഡിയോ വേണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ആൻഡ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.